പറശ്ശിനിക്കടവ് മുത്തപ്പനെയും പ്രകൃതിയെയും സാക്ഷിയാക്കി വളപട്ടണം പുഴയിലെ ഓളപ്പരപ്പിൽ നിർത്തിയിട്ട ഹൗസ് ബോട്ടിൽ ഒരുക്കിയ കതിർമണ്ഡപത്തിൽ ലജിത്ത് അനന്യയുടെ കഴുത്തിൽ താലികെട്ടി. മട്ടന്നൂർ പഴശ്ശി സ്വദേശികളായ ലജിത്തിൻ്റെയും അനന്യയുടെയും വിവാഹം മലബാറിലെ ആദ്യ ഡെസ്റ്റിനേഷൻ വിവാഹമാണ്. ഇതോടെ കേരളത്തിലെ പ്രധാന വിവാഹ ഡെസ്റ്റിനേഷനായി പറശ്ശിനിക്കടവ് മാറി. മട്ടന്നൂർ പഴശ്ശിയിലെ കക്കണ്ടി ലക്ഷ്മണന്റെയും സുശീലയുടെയും മകൻ ബഹ്റിൻ ധനകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ലജിത്തും അധ്യാപകരായ RK രാജീവന്റെയും സ്നേഹയുടെയും മകൾ ഡോക്ടർ അനന്യയും തമ്മിലുള്ള വിവാഹമാണ് ഹൗസ് ബോട്ടിൽ ഒരുക്കിയ കതിർമണ്ഡപത്തിൽ വളരെ അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ നടന്നത്. ശിവപുരം സ്കൂളിലെ അധ്യാപകനായ രാജീവൻ വിദ്യാർത്ഥികളുമായി പഠനയാത്രയുടെ ഭാഗമായി പറശ്ശിനിക്കടവിലെത്തി ബോട്ട് യാത്ര നടത്തിയിരുന്നു. അന്ന് മനസ്സിൽ ഉടലെടുത്ത ആശയമാണ് മകളുടെ വിവാഹം വളരെ വ്യത്യസ്തമായി നടത്തുന്നതിൽ കലാശിച്ചത്. പറശ്ശിനിക്കടവിലെ നന്മ ടൂറിസം ബോട്ട് ക്ലബ്ബ് നടത്തിപ്പുകാരുമായി ബന്ധപ്പെട്ട് ബോട്ടിൽ വിവാഹം നടത്താൻ പറ്റുമോ എന്ന് അന്വേഷിച്ചപ്പോൾ എല്ലാ സൗകര്യവും ചെയ്തു തരാമെന്ന് ഉറപ്പു നൽകി. തുടർന്ന് ബന്ധുക്കളോടും ഈ ആശയം പങ്കുവച്ചു. ആദ്യം ഭയാശങ്കകൾ പങ്കുവച്ചെങ്കിലും ബോട്ട് അധികൃതർ സുരക്ഷാ വാഗ്ദാനം നൽകിയതോടെ ബന്ധുക്കളും സമ്മതം മൂളിയെന്നും വളരെ അടുത്ത ബന്ധുക്കളെ മാത്രം പങ്കെടുപ്പിച്ച് മകളുടെ വിവാഹ ചടങ്ങ് നടത്തണമെന്നതും ആഗ്രഹമായിരുന്നുവെന്നും വധുവിന്റെ പിതാവ് രാജീവൻ പറഞ്ഞു. നമ്മൾ ഈ ആശയത്തിലേക്ക് വരാനുള്ള ഒരു പ്രധാന കാരണം ഒരു വ്യത്യസ്തത എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടല്ലോ. നമ്മൾ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഒരേപോലെ ആയിട്ട് കാര്യമില്ലല്ലോ. വേറിട്ട ഒരു ചിന്ത നമ്മൾ ഉടലെടുക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ ആ രീതിയിൽ അങ്ങനെ ഒരു കണ്ടപ്പോഴാണ് ഞാൻ ഇതിനു മുമ്പിലൊരു ട്രിപ്പ് സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സെല്ലാം കൂടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കൂടി വന്നപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് അന്നേരം ഓടിയത് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ വെച്ചിരുന്ന് ചെയ്യണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു. ആ ഒരു താല്പര്യത്തിൻ്റെ ഭാഗമാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വന്നപ്പോൾ ഒന്നും ആലോചിക്കാതെ തന്നെ ഈ ഹൗസ് ബോട്ടിലേക്ക് ചെയ്യാന്നുള്ളത്. പിന്നെ എനിക്ക് മറ്റൊരു കൺസെപ്റ്റ് ഉള്ളത് ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ടൊരു 1000-2000 ആൾക്കാരെ വെച്ച് ചെയ്യുന്നതിൽ നല്ല നമുക്ക് ഒരു ഒതുങ്ങിയൊരു ഫംഗ്ഷൻ ചെയ്യണം എന്നുള്ളത്. ഇതാകുമ്പോൾ നമുക്ക് നമ്മൾ വിചാരിച്ച ഒരു ടാർഗറ്റിലേക്ക് ആ ഒരു ഒതുങ്ങിയ ആൾക്കാരിലേക്ക് എത്തിക്കാനും സാധിക്കും. പിന്നെ എല്ലാ സൗകര്യവും ഇതിലുണ്ട്. നമ്മളൊരു വലിയൊരു ഹോള് വാടകയ്ക്ക് എടുക്കുന്നതിൻ്റെ ഒരു 4 പൈസയെ നമുക്ക് ഇതിൽ ചിലവാകുകയും ചെയ്യുള്ളൂ. പിന്നെ ഒന്ന് ഗ്രാൻഡായിട്ട് പരിപാടി ഒരു വെറൈറ്റി എന്നുള്ള രീതിയിൽ ചെയ്യാനും പറ്റും. വിവാഹം വ്യത്യസ്തമായ രീതിയിൽ നടന്നതിൽ വളരെ സന്തോഷമുണ്ട്. പിതാവ് മുന്നോട്ടുവച്ച ആശയം വരന്റെ വീട്ടുകാരെ അറിയിച്ചപ്പോൾ ആദ്യം ആശങ്കപ്പെട്ടുവെങ്കിലും സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് ബോട്ടിൽ ചടങ്ങുകൾ നടക്കുന്നതെന്നറിഞ്ഞപ്പോൾ എല്ലാവരും സമ്മതം അറിയിച്ചുവെന്ന് വധു അനന്യയും പറഞ്ഞു. പറയുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അവരുടെ വീട്ടിൽ. പിന്നെ എല്ലാവരും കൂടെ ഒരു പറഞ്ഞപ്പോഴാണ് എല്ലാവർക്കും ഈ ഒരു പ്രശ്നം കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല, എല്ലാവരും ഓക്കെ ആയിരുന്നു. സന്തോഷം. മലബാർ വിവാഹ ഡെസ്റ്റിനേഷനായി മാറുന്നത് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിരവധി പ്രകൃതി സുന്ദരമായ ഡെസ്റ്റിനേഷനുകൾ വരും നാളുകളിൽ വിവാഹ ഡെസ്റ്റിനേഷനുകളുമായി മാറുമെന്നും ആർക്കിടെക്ട് മധുകുമാർ പറഞ്ഞു. പുതിയ തലമുറ വിവാഹത്തിന് പുതിയ മാനം നൽകുമ്പോൾ മനോഹരമായ ഡെസ്റ്റിനേഷനുകൾ തേടി വിദേശങ്ങളിൽ പോകേണ്ട കാര്യമില്ല. പറശ്ശിനിലേതുൾപ്പെടെയുള്ള ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റുകൾ, ബോട്ട് റേസിംഗ് പവലിയൻ, കണ്ടൽക്കാടുകൾ തുടങ്ങിയ ഇടങ്ങളെല്ലാം വിവാഹവേദിയായി മാറുന്ന കാലം വിദൂരമല്ലെന്നും മധുകുമാർ പറഞ്ഞു. ഈ കല്യാണത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. കല്യാണം എന്ന ആശയത്തിന് നമ്മുടെ പുതുതലമുറ പുതിയൊരു മാനം നൽകിയാണ്. കല്യാണങ്ങൾ സാധാരണ ഓഡിറ്റോറിയങ്ങളിൽ വെച്ചിട്ടാണ് നടക്കാറ്. ഓഡിറ്റോറിയങ്ങളിൽ 1-2000 ആൾക്കാരെ സാക്ഷി നിർത്തിയിട്ട് വലിയ ക്രൗഡിൻ്റെ ഉള്ളിൽ വെച്ച് കല്യാണം നടത്തുന്ന രീതി മാറിക്കൊണ്ട് കല്യാണങ്ങൾ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഒരു ഡെസ്റ്റിനേഷൻ മാരേജായി നടത്തുക എന്നുള്ള ഒരു പുതിയ കൺസെപ്റ്റിലോട്ട് മാറുകയാണ്. ആ പുതിയ ആശയം മുന്നോട്ട് വെച്ച നവദമ്പതികളെ ഞാൻ ആദ്യമായിട്ട് അനുമോദിക്കുകയാണ്. നിരവധി കല്യാണങ്ങൾ പറശ്ശിനി മടപ്പുരയിൽ നടക്കാറുണ്ടെങ്കിലും ഈ കല്യാണം ടൂറിസം രംഗത്തും മറ്റും ഒട്ടേറെ പ്രത്യേകതകൾ നിറഞ്ഞതാണെന്ന് പറശ്ശിനി മടപ്പുരയിലെ കോലധാരി ബാലകൃഷ്ണൻ പറഞ്ഞു. പറശ്ശിനി മടപ്പുരയുടെ മുമ്പിലൊഴുകുന്ന ആ പുണ്യമായ ആ നദിയുടെ തീരത്ത് വെച്ച് ഡെക്കറേഷൻ ചെയ്ത ബോട്ട് നങ്കൂരം ഇട്ടുകൊണ്ട് അത് നല്ല ഒരു വിവാഹ മണ്ഡപം ഒരുക്കി അങ്ങനെയാണ് ഇന്നത്തെ കല്യാണം നടന്നത്. അപ്പോൾ അതിൽ ദൈവാനുഗ്രഹം വളരെ വേണ്ടുവോളം അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല ഈ മലബാറിലെ ഈ ക്രൂയിസ് ടൂറിസം രംഗത്ത് ഇതൊരു വലിയ ഒരു ചുവടുവെപ്പും കൂടിയാണ് ഇന്നത്തെ ഈ സംരംഭത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.